ഇന്ന് തയ്യാറാക്കുന്നത് പുട്ടാണ്. 2 മണിക്കൂർ അരി കുതിർത്തി പൊടിച്ചെടുത്ത പൊടിയാണ്. നല്ലവണ്ണം പൊടി വറുത്തെടുക്കാം. 10 മിനിറ്റ് വറുത്തെടുക്കാം. പൊടിയെല്ലാം വറുത്ത് കഴിഞ്ഞു. ഇനി തിളപ്പിച്ചെടുത്ത ബീറ്റ്റൂട്ടിൻ്റെ വെള്ളത്തിലാണ് ഈ പുട്ട് തയ്യാറാക്കുന്നത്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുഴച്ചെടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് പാൽപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. പാൽപ്പൊടി കൂട്ടിയാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. നല്ലവണ്ണം ഒരു 5 മിനിറ്റ് കുഴച്ചതിന് ശേഷം തേങ്ങയും ബീറ്റ്റൂട്ടും മിക്സാക്കിയ കുട്ടിയിലേക്ക് ബീറ്റ്റൂട്ടും തേങ്ങയും കൂടി കുറ്റിയിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് കുറേശ്ശായി ഇട്ട് കൊടുക്കാം. ഇടവിട്ട് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം. വീണ്ടും കുഴച്ച് വെച്ചിരിക്കുന്ന പുട്ടുപൊടി ചേർത്ത് കൊടുക്കാം. ഒരു 5 മിനിറ്റ് ആവിയിൽ വേവിച്ചെടുക്കാം.